അങ്ങനെ ഞാൻ കരുതി എൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കമൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ല വഴി ഡയറ്റ് തന്നെയാണെന്ന്. അപ്പോൾ വീണ്ടും ഡയറ്റ് ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. മെയിൻറ്റെയിനിങ്ങിലാണ് നിൽക്കുന്നതെങ്കിലും വീണ്ടും അപ്പോഴാണ് മോന്തൊക്കെ ഒരു കുരു വന്നങ്ങ് നിൽക്കുന്നത്. വലിയ അരോചകപതി ഈ കണ്ണ് തെട്ടുക എന്നൊക്കെ പറയുന്ന എനിക്ക് മൂക്കിൽ എന്തോ പോലെ നല്ല എടുത്തറിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചിയാ സീഡ് കുടിച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്താലും പിന്നാൻ പുറത്തുനിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ മനസ്സുഖം കിട്ടുന്നൊരു കാര്യമാണ് എന്നുള്ളതിന് നല്ലൊരു തിരിച്ചറിവ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് നല്ല ഡയറ്റും ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നാമ്പുറം കുത്താനായിട്ട് ഇങ്ങനെ ഫേക്ക് അടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഞാനൊന്നും ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകണില്ല കേട്ടോ. ഇത് നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ചിക്കനാണ്, നമ്മുടെ മസാല പുരട്ടി. അപ്പോൾ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും ചെയ്യാൻ നേരം കിട്ടത്തില്ല. രാവിലെ മോൻ ട്യൂഷന് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും അവൻ മൂത്ത ആൾ പോവാം, 10ലാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ തിരക്കും അത് ചെറിയ ആളെ സ്കൂളിൽ കൂടെ ചേർത്ത് കാരണം ഒന്നും പറയാൻ വേണ്ട. ശനിയും ഞായറും കൂടെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തിങ്കളാഴ്ച ഒന്ന് പൊക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അന്നേരം അവൻ തുടങ്ങും ഇന്ന് പോകണ്ട, ഇന്നെനിക്ക് സ്കൂളിൽ പോകണ്ട. പിന്നെ അവസാനം ഉമ്മച്ചി അവിടെ ഇരിക്കണതിൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ളൊരിത് വന്ന് ലാസ്റ്റ് അവിടെ വന്ന് അവസാനിക്കും. പക്ഷേ യൂണിഫോമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആളൊക്കെ ആയിട്ട് ഒരു ഇതില്ലാതെ പോകും. എന്നാലും സ്കൂളിൻ്റെ അകത്തോട്ട് കയറുന്ന ആ ഒരു ടൈം വരെ പറയൂട്ടാ ഉമ്മച്ചി എൻ്റെ കൂടെ ഇരിക്കണമേ, ഉമ്മച്ചി എൻ്റെ കൂടെ ഇരിക്കണമേ. അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും. എന്നാലും മക്കൾ പഠിക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിലില്ലാത്ത അതെല്ലാം ചിക്കൻ എല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ട് 1-2 വിസിലടിപ്പിച്ചതിന് ശേഷം അതിനകത്ത് വരുന്ന ആ വെള്ളം ഉൾപ്പെടെ എടുത്ത് നേരെ അങ്ങ് ഫ്രൈ പാനിൽ ഇട്ടാൽ മതി. അവിടെ കിടന്നത് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്കും ഓയിലില്ലാത്ത ചിക്കൻ ഫ്രൈ തയ്യാറ്. ഞാൻ അത് തന്നെയാണ് മക്കൾക്കും കൊടുത്തു വിടുന്നത്. അപ്പോൾ ചെറിയ ആൾക്ക് 2 ടിഫിൻ ബോക്സ് 2 ടിഫിനുണ്ട് രാവിലെയും വൈകിട്ടും. മാക്സിമം ഇങ്ങനെയാണ് കൊടുത്തു വിടാറുള്ളത്. ചില ദിവസങ്ങളിൽ മറ്റുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു കൊതി തോന്നത്തില്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ കൊടുത്തു വിടും. പിന്നെ കുഞ്ഞു ദോശ അവന് രാവിലെ ഇഡ്ഡലി, കുഞ്ഞു ദോശ ഇവന് കൊണ്ടുപോകാൻ അതിനകത്തൊരു ഇച്ചിരി പശുനെയ്യും കൂടെ ഒഴിക്കും. മൂത്താക്ക് നെയ് റോസ്റ്റ് വേണം, അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ അതിലേക്കൊരു നുള്ള് സാമ്പാർ സെപ്പറേറ്റ് വെച്ച് കൊടുത്ത് ആശാൻ കഴിക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓയിലില്ലാത്ത ചിക്കൻ ഫ്രൈയും മക്കളും ഹെൽത്തി ആയിട്ട് തന്നെ കഴിച്ച് വളരട്ടെന്നേ. അങ്ങനെ 2-3 പീസ് ചെറിയ പീസ് അതുകൂടി വെച്ച് അവൻ്റെ ബോക്സ് എല്ലാം ഇതൊക്കെ കാലിയാക്കിയിട്ട് വേണം ഒന്ന് സ്വസ്ഥമായി പോയി വിളിക്കാനല്ലേ. ഞാനിവിടെ കിടന്ന് അലർത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. കട്ടിലേന്ന് പൊങ്ങാതെ അവിടെ കിടക്കും. പ്രത്യേകിച്ച് ഇന്ന് മൺഡേയും കൂടെ ആയതുകൊണ്ട്. ഇനി എപ്പോഴാ അവധിയെന്നും ചോദിച്ചായിരിക്കും മൺഡേയിൽ അവൻ സ്കൂളിൽ പോകാറ്. കുഞ്ഞല്ലേ, 4.5 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോൾ ഇനി ആ വിശേഷങ്ങൾ കാണാം. അങ്ങനെ 2 പേരുടെയും അതൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ നേരെ മുറിയിലോട്ട് പോയി വിളിക്കുകയാണേ. അപ്പം തുടങ്ങി ഉമ്മച്ചി ഞാൻ ഇന്ന് ില്ല ആ കരച്ചിലും കരഞ്ഞുകൊണ്ട് കിടക്കുകയാണേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം എല്ലാം പിടിച്ച് കൊണ്ടുപോയി സമാധാനിപ്പിച്ച്. അപ്പോൾ ഇതിനൊക്കെ നേരം വേണമെന്നുണ്ടെങ്കിൽ പണിയൊക്കെ നേരത്തെ പാസ്സാക്കണം. അതിനിടയ്ക്ക് ഇതെല്ലാ പണിയും നടത്തിയിട്ട് ഒരു വീട്ടമ്മയായ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ബിസിനസ്സും വീട്ടുകാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി അതിനിടയ്ക്ക് എൻ്റെ ഡയറ്റും പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ മാഷാ അല്ലാ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. കരച്ചിലൊക്കെ കഴിഞ്ഞാൽ സ്കൂളിലോട്ട് കയറുമ്പോൾ 100% ഹാപ്പിയാണ്. എന്നാലും പിന്തിരിഞ്ഞ് ഞാൻ പോകുന്നുണ്ടാന്നുള്ള നോട്ടത്തിലാണ് കേട്ടോ. തിരിച്ചു വന്ന് സ്മൂത്തിയും കുടിച്ച് മൂത്താലയും കൂടെ വിട്ട് കഴിഞ്ഞപ്പോൾ രാവിലത്തെ കലാപരിപാടികൾ അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. കൂടെ ഉണ്ടവർ കൂടെ കൂടിക്കോ. ഡയറ്റ് ചലഞ്ചായിട്ടൊന്നും ഇല്ല. നമുക്ക് ഓരോ മാസവും ഞാൻ എങ്ങനെ വെയിറ്റ് കുറയുന്നുണ്ട്, അല്ലെ ബോഡിയിൽ ഷേപ്പ് വ്യത്യാസം കാണുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത. ബൈ, സീ യു.